സർ, ഇന്ത്യ മുന്നണിയുടെ ഒരു യോഗം കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു. ഇന്ത്യ മുന്നണി വലിയ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കാരണം AAP ഇന്ത്യ മുന്നണിയിൽ നിന്നും നേരത്തെ തന്നെ പോയിരുന്നു. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ കലുഷിതമായിരിക്കുകയാണ് ഇന്ത്യ മുന്നണിയും അതുപോലെ തന്നെ DMK ഇന്ത്യ മുന്നണിയിൽ നിന്ന് നിൽക്കുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. വലിയ തിരിച്ചടിയാണ് തമിഴ്നാട്ടിൽ ഇന്ത്യ മുന്നണിക്ക് DMK-യിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യ മുന്നണിയുടെ ഭാവി ഇത്തരത്തിൽ കൂടെയുള്ളവരൊക്കെ ഓരോരുത്തരായി കൊഴിഞ്ഞു പോവുകയാണെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാവി എന്താണ്? അത് അതിനകത്തുള്ള ഘടകകക്ഷികൾ തന്നെ ചോദിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. ഇതിലെ ഏറ്റവും രസകരമായ കാര്യം, ഒട്ടേറെ കാലത്തിന് ശേഷം പശ്ചിമ ബംഗാൾ തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പശ്ചാത്തലത്തിലാകണം മമതാ ബാനർജി വളരെ സജീവമായി ഈ യോഗത്തിൽ പങ്കെടുത്തു. ഡൽഹിയിലെത്തിയ ശേഷം അവര് പാർലമെന്ററി പാർട്ടിയിൽ വിമതരായി നിൽക്കുന്നു എന്ന് ആരോപിക്കപ്പെടുന്നവരുമായിട്ടൊക്കെ ചർച്ച നടത്താനൊക്കെ നോക്കി, ഒന്നും സംഭവിച്ചില്ല. അത് 28 അംഗ ലോക്സഭാ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും 20 പേർ വിട്ടുപോകാൻ പോകുന്നു എന്ന വാർത്തയുണ്ട്. അപ്പൊ യോഗം നടന്നുകൊണ്ടിരിക്കെയാണ് ഈ വിട്ടുപോകൽ ഉണ്ടായത്. അതേക്കുറിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ EP ഉണ്ണി വരച്ച ഒരു കാർട്ടൂൺ ഉണ്ട്, ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മമതാ ബാനർജി പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നു. ഇതാണ് അതിന്റെ ക്യാഷ് ലൈൻ. ഇതാണ്: പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷൻ, മൈ പാർലമെന്ററി പാർട്ടി ഈസ് മിസ്സിംഗ്. എന്റെ പാർലമെന്ററി പാർട്ടിയെ കാണുന്നില്ല എന്നാണ് മമതാ ബാനർജി പോലീസ് സ്റ്റേഷനിൽ പരാതി പറഞ്ഞത് എന്നാണ് ഗംഭീരമായ ഈ കാർട്ടൂൺ. ഈ കാർട്ടൂണിനകത്ത് തന്നെ ഇന്ത്യ മുന്നണിയുടെ ഭാവിയെക്കുറിച്ചുള്ള വലിയ സൂചനയുണ്ട്. നമുക്കറിയാം, ഒരു മാസം മുന്നേ ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭ അംഗങ്ങളായ രാഘവ് ചദ്ദ, ഹർഭജൻ സിംഗ് ഉൾപ്പെടെ 7 പേർ രാജിവെച്ചു എന്ന് പറഞ്ഞോട് അവർ അത് പിളർപ്പ് എന്ന് അവകാശപ്പെടുന്നു. എന്തായാലും ഉപരാഷ്ട്രപതി അത് അംഗീകരിച്ചു. നിയമപരമായി അതിൽ തർക്കമുണ്ട്. അവര് BJP-യിൽ എത്തി. പിന്നാലെ ഇനി സംഭവിക്കാൻ പോണ് അംഗ ലോക്സഭ പാർട്ടി മാത്രമല്ല, തൃണമൂൽ കോൺഗ്രസിന്റെ രാജ്യസഭയിലും അംഗങ്ങളുണ്ട്. അതും പിളരാൻ സാധ്യതയുണ്ട്. എല്ലാം കൂടി BJP-ക്ക് നല്ല കാലമാണ് വരാൻ പോകുന്നത്. അതിന്റെ രാഷ്ട്രീയ ധാർമ്മികത വലിയ പ്രശ്നമാണ്. കാരണം പഞ്ചാബിൽ ഇതിനു ശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി വലിയ വിജയം നേടുകയും BJP പരാജയപ്പെടുകയും ചെയ്തു. അത് തൃണമൂൽ കോൺഗ്രസിന്റെ മഹുവ മൊയ്ത്ര ഇവരെ വെല്ലുവിളിച്ചിട്ടുണ്ട്, നിങ്ങൾ BJP ചേർന്നോളൂ, സ്ഥാനം രാജിവെച്ച് ചേർന്നാൽ മതി എന്ന്. അത് എന്തായാലും BJP-ക്ക് സ്വന്തമായി ലോക്സഭയിൽ ഭൂരിപക്ഷം കിട്ടുകയും രാജ്യസഭയിലൊക്കെ, അതായത് വലിയ അവർ ഉദ്ദേശിക്കുന്ന വലിയ നിയമനിർമ്മാണങ്ങൾ നടത്താനായിട്ട് വനിതാ സംവരണം നടപ്പിലാക്കാൻ വേണ്ടി ലോക്സഭയിലെ അംഗങ്ങളുടെ എണ്ണം കൂട്ടുന്നത്, ഒന്നിച്ച് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്, അങ്ങനെ വലിയ നിർമ്മാണങ്ങൾ നടത്തുന്നതിന് വേണ്ടി 2 സഭയിലും 4/3 ഭൂരിപക്ഷം വേണം. അതിലേക്ക് BJP-യും NDA-യും അടുക്കുകയാണ്. ഈ രാഷ്ട്രീയ സംഭവ വികാസങ്ങളിലൂടെ തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾ പിളരുന്നു, അംഗങ്ങൾ കൊഴിഞ്ഞു പോകുന്നു. പ്രധാനപ്പെട്ട പ്രശ്നം DMK കൊഴിഞ്ഞുപോയതാണ്. DMK കൊഴിഞ്ഞുപോയത് ഉത്തരേന്ത്യയിൽ അതിന് സ്വാധീനമൊന്നുമില്ല. ദക്ഷിണ ഇന്ത്യയിൽ കോൺഗ്രസിന്, CPI-ക്കും CPM-നും ഒക്കെ നല്ല ഘടകകക്ഷികൾ എന്ന രീതിയിൽ പരിഗണന കൊടുത്തിരുന്ന DMK സഖ്യത്തിൽ നിന്നാണ് TVK സഖ്യത്തിലേക്ക് ഈ പാർട്ടികൾ പോയത്. 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും പോയി. അതിന്റെ ഒരു പ്രത്യാഘാതമായി DMK വിട്ടുനിൽക്കുകയും അതിന്റെ തുടർച്ചയായി ഈ ഇന്ത്യ സഖ്യത്തിലില്ലാത്ത കോൺഗ്രസ് ഇതര കക്ഷികളുടെ മറ്റൊരു മുന്നണി ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ആം ആദ്മി പാർട്ടി അതിൽ ചേരാൻ സാധ്യതയുണ്ട്. മറ്റ് പാർട്ടികൾ, ഒരു മുന്നണിയിൽ ഇല്ലാതെ നിൽക്കുന്ന പ്രമുഖ കക്ഷിയാണ് BSP. ആ പാർട്ടി ചേരുമോ എന്നറിയില്ല. എങ്കിലും കോൺഗ്രസിനെതിരായി നിൽക്കുന്ന ചില കക്ഷികളെ, അത് RJD ഉണ്ട് ബീഹാറിലെ RJD-യും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം അത്ര നല്ലതല്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രാദേശിക കക്ഷികളെ കൂടെ കൂട്ടി ഇന്ത്യ മുന്നണിക്ക് ബദലായി സ്റ്റാലിന്റെ നേതൃത്വത്തിൽ ഒരു മുന്നണി ഉണ്ടാകുമോ എന്നും നമ്മൾ ഉറ്റുനോക്കുന്നുണ്ട്.
എന്തായാലും ഇന്ത്യ മുന്നണിക്ക് വളരെ വലിയ രാഷ്ട്രീയ പരീക്ഷണങ്ങൾ അടുത്ത വർഷം അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. അത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഗോവ, മണിപ്പൂർ, പഞ്ചാബ്. അതേ വർഷം തന്നെ നവംബർ ഡിസംബർ മാസങ്ങളിൽ ഗുജറാത്തിലും ഹിമാചൽ പ്രദേശിലും തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയും ഹിമാചലിൽ കോൺഗ്രസുമാണ് അധികാരത്തിൽ. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും BJP ആണ് അധികാരത്തിൽ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ BJP അപ്രതീക്ഷിതമായ പരാജയം ഏറ്റുവാങ്ങി. പക്ഷെ നിയമസഭയിൽ 255 വോട്ടുകളുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 41.27% വോട്ടുകളാണ് അവർക്ക് ലഭിച്ചത്. രണ്ടാം സ്ഥാനത്ത് വന്ന SP-ക്ക് 111 വോട്ടുകളുണ്ട്. സമാജ്വാദി പാർട്ടി ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. കോൺഗ്രസുമായിട്ട് നയിക്കാനുണ്ടായിരുന്നു. അവിടെ ചെയ്യാൻ സാധ്യതയുള്ള ഇനി ഒരു രാഷ്ട്രീയ ഒരു റീഅലൈൻമെന്റ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്ന ഒരു സംഭവമുണ്ട്. മറ്റ് കക്ഷികളുമായിട്ടുള്ള ബന്ധം ഉണ്ടാക്കി കഴിഞ്ഞാൽ BJPക്ക് ഒരുപക്ഷെ വലിയ വെല്ലുവിളി ഉയർത്താൻ പറ്റും. അതായത് സമാജ്വാദി പാർട്ടിക്ക് 32.6% വോട്ടുണ്ട്. BSPക്ക് ഒരു സീറ്റ് മാത്രമാണ് കിട്ടിയത്. ശോഷിച്ചുപോയ പാർട്ടിയാണ്. 12.88% വോട്ട് UP-യിലുണ്ട്. കോൺഗ്രസിന് 2.37% വോട്ടുണ്ട്. RLDക്ക് 3% വോട്ടുണ്ട്. ഇത്രയും കക്ഷികൾ ഒന്നിച്ചു നിന്ന് BJPക്കെതിരായി UP-യിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണെങ്കിൽ വലിയ രാഷ്ട്രീയ വെല്ലുവിളി ഉയർത്താൻ പറ്റും. പക്ഷെ ഇതൊന്നും സംഭവിക്കില്ല. ഇത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നമാണ്. കാരണം ഒരു രാഷ്ട്രീയ മുന്നണിയുമായും BSP ചേരില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല BJP ഒരു 2007-ലൊക്കെ ദളിത്, ബ്രാഹ്മൺ, മുസ്ലിം സഖ്യമുണ്ടാക്കിയിട്ടാണ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിൽ വന്നത്. അതിന് വഴിയൊരുക്കുന്ന ഒരു രാഷ്ട്രീയ തിരിച്ചുവരവിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ഇപ്പോൾ. കാര്യം, പുറത്താക്കപ്പെട്ട നേതാക്കന്മാരെ തിരിച്ചെടുത്തു. മാത്രമല്ല ബൂത്ത് തലം മുതൽ വലിയ റാലികൾ നടത്തിക്കൊണ്ട് ഒരു തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ് BSP. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ BSPയുടെ വോട്ടിംഗ് ശതമാനം വലിയ തോതിൽ കൂടിക്കഴിഞ്ഞാൽ അത് ആത്യന്തികമായി BJPയെ സഹായിക്കും. കാര്യം, കോൺഗ്രസിന്റെയും സമാജ്വാദി പാർട്ടിയുടെയും ഒക്കെ ഭാഗത്തേക്ക് പൊഴിഞ്ഞു പോയിട്ടുള്ള ദളിത് വോട്ടുകൾ, ജാദവ വിഭാഗത്തിൽപ്പെടാത്ത ഇവര് മായാവതി ജാദവ വിഭാഗമാണ്, അതിൽപ്പെടാത്ത ദളിതരും മുസ്ലിങ്ങളും ഒക്കെ കഴിഞ്ഞ തവണ വലിയ തോതിൽ സമാജ്വാദി പാർട്ടിയിലേക്ക് പോയി. ഈ പ്രാവശ്യം BSP വളരെ സക്രിയമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ വോട്ടുകൾ പിളരുകയും ഉത്തർപ്രദേശിൽ BJP അനായാസം വിജയം നേടുകയും ചെയ്യും. പഞ്ചാബിലെ സ്ഥിതി വളരെ വ്യത്യസ്തമാണ്. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിക്ക് 95 സീറ്റുകളുണ്ട്. 42.1% വോട്ടുകൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടി. കോൺഗ്രസ് ഇതിനാണ് രണ്ടാം സ്ഥാനം. 22.98% വോട്ടുകൾ കോൺഗ്രസിനുണ്ട്. കോൺഗ്രസും SID-യുമായിട്ട്, ശിരോമണി അകാലിദളുമായിട്ടോ BJPയുമായിട്ടോ അവിടെ ഐക്യത്തിൽ പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യവുമില്ല. ഈ പാർട്ടികളെല്ലാം ആം ആദ്മി പാർട്ടിക്കെതിരായി കോൺഗ്രസും അകാലിദളും BJPയും BSPയും ഒക്കെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിക്കും. അതുകൊണ്ട് പഞ്ചാബിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഒരുപക്ഷെ ആം ആദ്മി പാർട്ടി ഇന്ത്യ മുന്നണിയിൽ നിന്ന് വിട്ടുപോകാനുള്ള പ്രധാനപ്പെട്ട കാരണം അവിടെ അവർ മത്സരിക്കേണ്ടത് കോൺഗ്രസുമായിട്ടാണ്. അവിടെ മാത്രമല്ല, ഗുജറാത്തിലും മുഖ്യ പ്രതിപക്ഷ കക്ഷി സ്ഥാനത്തിന് വേണ്ടി കോൺഗ്രസുമായി അവർക്ക് മത്സരിക്കേണ്ടി വരുന്നുണ്ട്. കഴിഞ്ഞ തവണ 12.92% വോട്ടുകളാണ് ഗുജറാത്തിൽ ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ചത്. 5 സീറ്റും ലഭിച്ചു. കോൺഗ്രസിന് 27.28% വോട്ടുകളും 17 സീറ്റുകളും ലഭിച്ചു. ഗുജറാത്തിൽ ഒരു കാരണവശാലും BJP അല്ലാത്ത ഒരു പാർട്ടി തിരിച്ചു വരാനുള്ള ഭരണത്തിലേക്ക് വരാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ മുഖ്യ പ്രതിപക്ഷ കക്ഷി സ്ഥാനത്തിന് വേണ്ടി കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിൽ കടുത്ത മത്സരം ഗുജറാത്തിൽ നടക്കുന്നു. അതുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഇനി അവിടെയും ആം ആദ്മി പാർട്ടി വരാനുള്ള സാധ്യതയില്ല. ഗോവയാണ് മറ്റൊരു സംസ്ഥാനം. ഗോവയിൽ BJPയാണ് ഭരണത്തിലുള്ളത്. BJPക്കെതിരായി മത്സരിക്കുന്ന പ്രധാനപ്പെട്ട കക്ഷി കോൺഗ്രസ് ആണ്. ഒട്ടേറെ പ്രാദേശിക പാർട്ടികളുണ്ട്.
അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 6.77% വോട്ടും 2 സീറ്റും നേടിയ ആം ആദ്മി പാർട്ടിയും മത്സരിക്കുന്നുണ്ട്. അവിടെ ഒരു കാരണവശാലും കോൺഗ്രസുമായി സഖ്യത്തിൽ ആം ആദ്മി പാർട്ടി പോവുകയില്ല. കാര്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 11 സീറ്റ് കിട്ടിയ കോൺഗ്രസിലെ 9 പേരും ബി ജെ പിയിൽ ചേർന്നു. ബി ജെ പിക്ക് ഉള്ള ഒരു എന്താണ് പാസ്പോർട്ട് ആയിരിക്കും കോൺഗ്രസിന്റെ MLA മാർ എന്നാണ് ആം ആദ്മി പാർട്ടി അവിടെ വാദിക്കുന്നത്. അപ്പൊ അവിടുത്തെയും രാഷ്ട്രീയ സാഹചര്യം ആം ആദ്മി പാർട്ടി ഇന്ത്യ മുന്നണിയിലേക്ക് തിരിച്ചു വരുന്നതിന് എതിരാണ്. ഇനി കോൺഗ്രസ് ശ്രദ്ധിക്കേണ്ട ഒരു പ്രശ്നം, ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് കഴിഞ്ഞ തവണ അധികാരത്തിലെത്തി 43.90% വോട്ടുകളാണ് അവർക്ക് കിട്ടി. തൊട്ട് താഴെ തന്നെ 43% വോട്ടുമായി BJP ഉണ്ട്. അവിടെ അന്ന് ആം ആദ്മി പാർട്ടിക്ക് സീറ്റൊന്നും കിട്ടിയില്ല. 1.10% വോട്ടുകൾ അവർക്ക് കിട്ടി. രണ്ട് മുന്നണികളും തമ്മിൽ, കോൺഗ്രസും മുന്നണിയല്ല രണ്ട് പാർട്ടികളും തമ്മിൽ അവിടെ 38,000 വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് ഉള്ളത്. ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിയുടെ വോട്ടുകൾ അവിടെ നിർണായകമാണ്. അവരുമായി സഖ്യത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ കംഫർട്ടബിൾ ആയിട്ട് സീറ്റ് നിലനിർത്താനും ഭരണം നിലനിർത്താനും കോൺഗ്രസിന് സാധിച്ചേക്കും. പക്ഷെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആം ആദ്മി പാർട്ടി ഇന്ത്യ മുന്നണിയിലേക്ക് തിരിച്ചു വരില്ല, DMK തിരിച്ചു വരില്ല, ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കുന്ന BSP ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗം ആവുകയുമില്ല. അതുകൊണ്ട് ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഞാൻ പറഞ്ഞതുപോലെ ഉത്തർപ്രദേശിൽ പ്രതിപക്ഷത്തിന്റെ വോട്ടുകൾ പല തട്ടിൽ ചിന്നിച്ചിതറിപ്പോവുകയും BJP തിരിച്ചു വരികയും ചെയ്യും. ബാക്കി സംസ്ഥാനങ്ങളിലൊക്കെ ഇതാണ് അവസ്ഥ. അതുകൊണ്ട് ഇന്ത്യ മുന്നണി യോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. BJPയും NDAയും വലിയ രാഷ്ട്രീയ ശക്തിയായി തന്നെ തുടരും. അവർ ബാക്കി പാർട്ടികളെ പിളർത്തുകയോ അടർത്തി മാറ്റുകയോ ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ഇപ്പോഴത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം. ഇന്ത്യ മുന്നണിയിൽ നിന്നും ഘടകകക്ഷികൾ വീണ്ടും ചിതറിപ്പോകാനാണ് സാധ്യത. പോയവരാരും തിരിച്ചു വരാനുള്ള സാധ്യതയൊട്ടില്ലതാനും. എന്ന് വെച്ചാൽ ആം ആദ്മി പാർട്ടിയും DMKയും ഉൾപ്പെടെയുള്ളവർ ഇന്ത്യ മുന്നണിയിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ പ്രദീപ് സാർ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഇന്ത്യ മുന്നണി ചിതറിത്തെറിച്ചു പോകുന്ന കാഴ്ചയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങൾ അല്ലെങ്കിൽ വരും കാലങ്ങൾ അടയാളപ്പെടുത്താൻ പോകുന്നത്. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.